അന്നത് അത്ര തെളിയിച്ചിട്ടില്ലായിരുന്നു CJ. ആ ലേഖനം, ഫാഷിസ്റ്റ് കമ്മ്യൂണിസം എന്ന ലേഖനം എഴുതുന്ന കാലത്ത്. അപ്പൊ CJ സർഗാത്മകത വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു പ്രപഞ്ച ശക്തിയാണെന്ന് തന്നെ വിശ്വസിക്കുകയും വ്യക്തിയെ അംഗീകരിക്കാത്ത ചിന്തയും പ്രസ്ഥാനവും ഫാസിസത്തിലെത്തും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ ഞാൻ എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ലേഖനത്തിൽ ഞാൻ എന്ന് പറഞ്ഞൊരു പ്രബന്ധം തന്നെയുണ്ട്. അത് ലോകചിന്തയിലെ മർമ്മപ്രധാനമായ ഒരു പ്രശ്നമാണ്. ആരാണ് ഞാൻ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഉപനിഷത്ത് ഋഷി ആരംഭിക്കുന്നത്. ആ ഉപനിഷത്ത് ഋഷി മുതൽ റൂസോ മുതൽ സാർത്ര വരെ എത്രയോ ചിന്തകന്മാർ ഏറ്റവും പുതിയ കർത്തൃത്വത്തെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായ സങ്കീർണ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും അപഗ്രഥിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ആധുനികാനന്തര ചിന്തകന്മാർ വരെ സെൽഫ്, സബ്ജക്റ്റ്, ഈഗോ തുടങ്ങിയ പേരുകളിലെല്ലാം വ്യവഹരിക്കപ്പെടുന്ന ഞാൻ എന്ന പ്രതിഭാസത്തെ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. CJ ഞാൻ എന്ന് പറഞ്ഞൊരു പ്രബന്ധം തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിയുടെ സമൂഹത്തിന്റെ ലക്ഷ്യം വ്യക്തിയുടെ സമഗ്രമായ വികസനമായിരിക്കണം എന്നും വ്യക്തിയുടെ വികസനത്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് സാമൂഹ്യവാദം എന്നും വരെ അടിവരയിട്ട് CJ പറഞ്ഞു വെച്ചു. നാടുവാഴുത്ത സംസ്കാരത്തിനും കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിനും പൊതുവായി ഉണ്ടായിരുന്ന അച്ചടക്കം, അനുസരണം തുടങ്ങിയ അധികാരത്തിന്റെ പ്രകാശനങ്ങളെ, സർവാധികാരത്തിന്റെ എല്ലാ രൂപങ്ങളെയും, അത് നാടുവാഴുത്തമാകട്ടെ, ഫാസിസമാകട്ടെ, കമ്മ്യൂണിസമാകട്ടെ, CJ എതിർത്തു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ സമഗ്ര വികസനത്തിന് കുറച്ചെങ്കിലും സഹായിക്കുന്ന ഏക സാമൂഹ്യ വ്യവസ്ഥിതി ജനാധിപത്യമാണെന്ന് സിദ്ധാന്തിക്കുകയും ചെയ്തു. അതാണ് CJയുടെ വലിയൊരു പ്രാധാന്യം നമ്മുടെ സംസ്കാരത്തിൽ. അതേസമയം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ പരിമിതികളെയും ജീർണതകളെയും CJ കാണാതിരുന്നുവോ? ഒരിക്കലുമില്ല. ഒരു ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ ഇന്ത്യയുടെ ഇന്നത്തെ മഹാവ്യാധി അതിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് എന്നാണ് ഒരു ലേഖനം തുടങ്ങുന്നത്. ഇന്നും പ്രസക്തമായ ഒരു വാക്യമാണ്. ഇന്ത്യയുടെ ഇന്നത്തെ മഹാവ്യാധി അതിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് CJ എഴുതി വച്ച അവസ്ഥ തന്നെയാണ് ഇന്നും. ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയുടെ പരിമിതികളെ CJ കാണുന്നുണ്ട്. ഇനി ജനങ്ങളുടെ അപ്രമാദിത്വത്തെ CJ അംഗീകരിക്കുന്നുണ്ടോ? പുരോഹിതന്മാരും രാഷ്ട്രീയ പാർട്ടികളും, ഫാസിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ ആത്മാർത്ഥതയില്ലാത്ത പ്രശംസിക്കുകയും അവരുടെ വോട്ട് നേടാൻ ശ്രമിക്കുകയും അംഗീകാരം നേടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് അവരെ കബളിപ്പിക്കുകയും ചെയ്യുന്ന രീതി CJ ക്രുദ്ധനാക്കിയിട്ടുണ്ട് പലപ്പോഴും. ഉത്തമ കല ആസ്വദിക്കാൻ ജനങ്ങൾക്ക് കഴിവില്ല എന്ന്, അതിനാവശ്യമായ പരിശീലനം ജനങ്ങൾക്കില്ല എന്ന് CJ തുറന്നു പറഞ്ഞിട്ടുണ്ട്. CJ ജനകീയ കലയുടെ ഒരു വക്താവ് ആയിരുന്നില്ല. ഉത്തമ കല ആസ്വദിക്കാനായിട്ട് പരിശീലനം ആവശ്യമുണ്ടെന്നും ജനങ്ങൾ അതിന് സന്നദ്ധരായിട്ടില്ല എന്നും CJ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു യോഹന്നാൻ 15:18 യേശുക്രിസ്തു പറയും ശിഷ്യന്മാരോട്, when the world hate you, you know it hated me first before it hated you.
ലോകം നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ലോകം നിങ്ങളെ വെറുക്കുന്നതിന് മുമ്പ് വെറുത്തത് എന്നെയാണ്. ആ വേദന തന്റെ ജീവിതത്തിൽ ഉടനീളം CJ അനുഭവിച്ചിട്ടുണ്ട്. സമൂഹവുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, പ്രസ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. ആ പൊരുത്തക്കേടിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടാകുന്ന ശത്രുതയുടെ സ്ഥിരം ഇരയായിരുന്നു CJ തോമസ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായുള്ള സംഘർഷങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ ക്രൂരമായ വിമർശനങ്ങൾക്കിരയാക്കിയിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക സമീപനങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചങ്ങമ്പുഴ അരാജകവാദിയാണെന്നും സാമൂഹ്യ വിരുദ്ധനാണെന്നും പലായനവാദിയാണെന്നും ചങ്ങമ്പുഴയേക്കാൾ വലിയ കവിയാണ് KPG നമ്പൂതിരി എന്നുമുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് CJക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചങ്ങമ്പുഴയെ വാഴ്ത്തിക്കൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ഗ്രന്ഥത്തിൽ ലേഖനം എഴുതി. കേസരി ബാലകൃഷ്ണപിള്ള ബൂർഷ്വാ പണ്ഡിത മൂഢനാണെന്നും അദ്ദേഹം സാഹിത്യത്തിൽ സോപ്പ് കുമളയാണെന്നുമുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് CJക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. VT ഇന്ദുചൂടനാണ് മാതൃകാ നിരൂപകൻ എന്ന കമ്മ്യൂണിസ്റ്റ് നിലപാട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തകഴിയേക്കാൾ വലിയ കഥാകൃത്താണ് DM പൊറ്റക്കാട് എന്ന കമ്മ്യൂണിസ്റ്റ് നിലപാട് അംഗീകരിക്കാനായിട്ട് CJക്ക് സാധിച്ചില്ല. CJ കേസരിയുടെ സംഭാവനകളെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് ലേഖനം എഴുതി. ചങ്ങമ്പുഴയുടെ സംഭാവനകളെ സമഗ്രമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ലേഖനം എഴുതി. ആ 2 ലേഖനങ്ങളും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന പുസ്തകത്തിലുണ്ട്. ആ ലേഖനങ്ങളുടെ സാരാംശത്തെ ചരിത്രം അടിവരയിട്ട് അംഗീകരിച്ചു എന്നതാണ്. നാടകത്തിലാകട്ടെ ലോക നാടകവേദിയുമായി മലയാളത്തിന് ബന്ധമുണ്ടാകുന്ന 1936 കേസരി ബാലകൃഷ്ണപിള്ളയും AK ഗോപാലപിള്ളയും കൂടി ഇബ്സന്റെ പ്രേതങ്ങൾ തർജ്ജമ ചെയ്യുകയും വിശ്വനാടകവേദിയെക്കുറിച്ചും അതിൽ ഇബ്സന്റെ പ്രസക്തിയെക്കുറിച്ചും അതിന് കേസരി ബാലകൃഷ്ണപിള്ള സമഗ്രമായ ഒരു അവതാരിക എഴുതുകയും ചെയ്യുമ്പോഴാണ് പിന്നീട് ഇബ്സന്റെ സ്വാധീനത്തിൽ നാടകങ്ങൾ എഴുതിയ N കൃഷ്ണപിള്ളയെ മലയാളത്തിലെ ആദ്യത്തെ നാടകകൃത്ത് എന്നാണ് CJ തോമസ് വിശേഷിപ്പിക്കുന്നത്. നാടകം കഥകളിയാണ്, കഥകളിയിൽ നിന്നാണ് നാടകം ഉണ്ടായത് തുടങ്ങിയ വാദങ്ങളെ, നമ്മുടെ നാടകം കഥകളിയാണെന്ന വാദത്തെ നഖശിഖാന്തം അന്ന് CJ തോമസ് എതിർത്തു. നാടകം നൃത്യമാണെന്നും അത് നാടകമല്ലെന്നും സ്ഥാപിച്ചു. മാത്രമല്ല അക്കാലത്തും പിൽക്കാലത്തും നാടകത്തെ സംബന്ധിച്ചിടത്തോളം നടന്ന ചർച്ചകളിലെ ഒരു പ്രധാന കാര്യം നമുക്ക് നമ്മുടേതായ നാടകവേദി വേണം എന്നായിരുന്നു. CN ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ നമുക്ക് നമ്മുടേതായ രംഗവേദി വേണമെന്നും കഥകളിയിൽ നിന്നും തെയ്യം, പടയണി തുടങ്ങിയ നാടോടി കലാരൂപങ്ങളിൽ നിന്നും നമ്മുടെ രംഗവേദി പുനരാരംഭിക്കണമെന്നും രംഗവേദിയുടെ പാശ്ചാത്യവൽക്കരണം ശരിയല്ല എന്നും സിദ്ധാന്തിച്ചു. ആ നാടകത്തെ അടിസ്ഥാനപരമായ പ്രചോദനമാക്കിക്കൊണ്ട് CJ എഴുതിയ 1928 ക്രൈം 27 എന്ന നാടകം അബ്സേർഡ് നാടകമാണോ? അല്ല. അതൊരു ബ്രക്റ്റിയൻ നാടകമാണോ? അല്ല. അതൊരു